എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ക്രീമി ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അഫ്ഗാനി ചിക്കൻ ആണ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ചപ്പാത്തിയും അപ്പവും പൊറോട്ടയും ഇടിയപ്പവും എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ അഫ്ഗാനി ചിക്കൻ ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ല ക്രീമി ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കന് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ ഒരു വെള്ളമെല്ലാം തുറന്നിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഇത് അടച്ചൊന്ന് മാറ്റി വെക്കുക. ഇനി ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഇവിടെ 8ഓളം പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു കൈപ്പിടി മാത്രം, അതിൽ കൂടുതൽ വേണ്ട. ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില എടുത്തതിൻ്റെ പകുതി മാത്രം കുറച്ച് ഇതുപോലെ പുതിനയിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു സവാളയാണ് കേട്ടോ. സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തത്. കൂടാതെ ഒരു 18ഓളം കാഷ്നട്ടും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കുക. അരച്ചതിന് ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3/4 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഇതൊരു 200 ml ഫ്രഷ് ക്രീമുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിന്റെ പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഇത് കസൂരി മെത്തിയാണ് കേട്ടോ, നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ആ ഒരു ചിക്കനും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആ ഒരു മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അത്രയും നേരമൊന്നും വെക്കാൻ സമയമില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് വെക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് ഓവർനൈറ്റ് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാനാണ് കേട്ടോ. ഇപ്പം നമുക്ക് പിറ്റേ ദിവസമൊക്കെ റെഡിയാക്കാനാണെങ്കിൽ തലേന്ന് തന്നെ നമുക്ക് ഇതുപോലെ മസാല ആക്കിയിട്ട് ഫ്രിഡ്ജിൽ അടച്ചു വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഇത് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവിക്കകത്തുനിന്ന് ഓരോ ചിക്കൻ കഷ്ണങ്ങളും എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്ത് നമ്മളിത് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 സൈഡ് നന്നായിട്ട് നമ്മളൊന്ന് മൊരിച്ചിട്ട് എടുത്താൽ മാത്രം മതി. ഇനി ഇതുപോലെ ഫ്രൈ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ നമ്മൾ മസാലയാക്കിയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യാൻ താല്പര്യം ആ ഒരു രീതിയിൽ ചെയ്തിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇതിവിടെ 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്രേവിക്കകത്തുനിന്ന് ചിക്കൻ കഷ്ണങ്ങളെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഓരോന്നും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ചിക്കൻ നമ്മളൊരു 3/4 ഭാഗത്തോളം തന്നെ ഇതിൽ കിടന്നത് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ. ആ ഒരു രീതിക്ക് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. 2 സൈഡ് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം തന്നെ ഈ ഒരു ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് അങ്ങെടുത്ത് മാറ്റിയേക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ഒരു ഓയിലുള്ളൂ. ഇതിലേക്ക് ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പില്ലാത്ത ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് ബട്ടർ ഇതുപോലെ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് ഒരു 4ഓളം ഏലക്കയാണിത്. അതുപോലെ തന്നെ ഒരു 5-6 ഗ്രാമ്പൂ, ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള ഒരു കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ആ ഒരു ഗ്രേവി ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇതൊരു 5-6 മിനിറ്റോളം ഇളക്കി കൊടുക്കണം കേട്ടോ.
ആ ഒരു ഗ്രേവിയുടെയൊക്കെ ഒരു പച്ചച്ചവ പൂർണ്ണമായിട്ട് മാറി വരുന്ന വരെ ഒരു 5-6 മിനിറ്റോളം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മൾ അടച്ചു വെച്ച് കൊടുത്തിട്ട് തന്നെ ഒരു ഗ്രേവി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു 5-6 മിനിറ്റോളം തന്നെ ആ ഒരു ഗ്രേവിയുടെ ഒരു പച്ചച്ചവ മാറുന്ന വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഈ ഒരു ഗ്രേവി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 കപ്പ് അളവിൽ നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയേ ചെയ്യരുത്. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് തിക്കായിട്ട് തന്നെയാണ് ഇരിക്കേണ്ടതെങ്കിൽ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. മാക്സിമം ഒരു 1/4 കപ്പ് അളവിൽ മാത്രം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അതും നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു ഗ്രേവിയുടെ ഒരു പച്ചച്ചവ പൂർണ്ണമായി മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇനി നമ്മളിത് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളമാണ് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത്രയും സമയം നമ്മളിത് തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കാനും പാടില്ല. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 3-4 പച്ചമുളക് നെടുകെ കയറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1-2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ഇതിലേക്ക് ചെറിയതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 15 മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് ആ ഒരു ഗ്രേവിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഒരു പാത്രം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ചാർക്കോൾ കത്തിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ബട്ടറോ ഓയിലോ ഇതുപോലെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പുക വരും. എങ്ങനെ ഒരു 3-4 മിനിറ്റോളം നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 3-4 മിനിറ്റിന് ശേഷം ഈ ഒരു പാത്രം എടുത്ത് മാറ്റിയിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ചപ്പാത്തിയും അപ്പവും ഇടിയപ്പവും പത്തിരിയും പൊറോട്ടയും എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. ഈ ഒരു ചിക്കൻ കറിയിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു ഗ്രേവിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് അഫ്ഗാനി ചിക്കൻ ഗ്രേവി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.